നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ മദ്യനയം വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും, നിയമസഭയ്ക്കകത്ത് തുടങ്ങിയ വിവാദങ്ങൾ ഇപ്പോഴും പുറത്തലയടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാം. നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം അടിയന്തര പ്രമേയത്തിന് സബ്മിഷൻ നൽകിയെങ്കിലും, നോട്ടീസ് നൽകിയെങ്കിലും അതിനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു. പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ചട്ടപ്പടിയാണോ ചട്ടവിരുദ്ധമായിട്ടാണോ എന്നുള്ളത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അങ്ങനെയുള്ളൊരു തരത്തിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി സഭയ്ക്കുള്ളിൽ. ആ പ്രസംഗത്തിൽ അദ്ദേഹം ആരോപിച്ചത് വി.ഡി. സതീശൻ സർക്കാർ ഇത്ര തിടുക്കത്തിൽ ഈ മദ്യനയം കൊണ്ടുവന്നത് ബാംഗ്ലൂരുള്ള ഒരു സ്വകാര്യ മദ്യ കമ്പനിയെ സഹായിക്കുവാനാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഒഴിവാക്കുക എന്നുള്ള ഭാഗം, അത് പ്രത്യേകമായി ബാംഗ്ലൂരുള്ളൊരു സ്വകാര്യ മദ്യ കമ്പനിയെ സഹായിക്കുവാൻ വേണ്ടിയാണ്. ബക്കാടി മദ്യ കമ്പനിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് ഒരല്പം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിൽ ചില സത്യങ്ങളില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇതിൻ്റെ പിന്നിലൊരു വലിയ അഴിമതി ഒളിഞ്ഞിരിപ്പില്ലേ എന്ന് തോന്നിപ്പോകും. അങ്ങനെ തോന്നുവാനുള്ള കാരണങ്ങൾ, ചില കാരണങ്ങൾ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒന്ന്, ഈ ബഡ്ജറ്റിലെ ഈ മദ്യനയം വി.ഡി. സതീശൻ കൈക്കൊണ്ടത് അല്ലെങ്കിൽ തീരുമാനിച്ചത് 3 ദിവസങ്ങൾ കൊണ്ടാണ്. LDFിൻ്റെ വാദം വിശ്വസിക്കാമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം കഴിഞ്ഞ 3 വർഷങ്ങളായി LDF മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ആ ഫയൽ തീരുമാനമൊന്നും എടുക്കാതെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. LDFിൻ്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ വി.ഡി. സതീശൻ 3 ദിവസങ്ങൾ കൊണ്ടാണ് ആ തീരുമാനം എടുത്തത്. 3 ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ബ്യൂറോക്രസിയുടെയും ലെജിസ്ലേറ്റീവിൻ്റെയും 4 തലങ്ങൾ കടന്നാണ് ആ ഫയൽ നീങ്ങിയത് അതിവേഗത്തിൽ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, LDFിൻ്റെ വാദം. മൂന്നാമത്തെ ഒരു പ്രശ്നം, ഈ മദ്യനയത്തെ സംബന്ധിച്ചുള്ള യാതൊരുവിധ ചർച്ചകളും മന്ത്രിസഭയിലെ മറ്റംഗങ്ങളുമായി മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്ന ആഭ്യന്തരമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തിന്, എക്സൈസ് മന്ത്രി M. ലിജുവിനോട് പോലും ഇത്തരം തീരുമാനങ്ങളെ സംബന്ധിച്ച് യാതൊരു മുന്നറിയിപ്പോ, ഒരു സൂചന പോലും വി.ഡി. സതീശൻ നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയുണ്ടായി. വി.ഡി. സതീശനല്ല, M. ലിജു തന്നെ സമ്മതിക്കുന്നതും നാം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ മദ്യനയത്തിനെതിരെയുള്ള എതിർപ്പുകൾ VM സുധീരനെ പോലുള്ളവരുടെ രൂപത്തിൽ പരസ്യമായി തന്നെ പ്രത്യക്ഷപ്പെട്ടു വരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളുടെ എതിർപ്പുകൾ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. അവർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. നയങ്ങൾ തീരുമാനിക്കേണ്ടത് സർക്കാരിൻ്റെ ജോലിയാണ്. അത് സർക്കാർ ചെയ്തുകൊള്ളും. അതിൻ്റെ പിന്നിൽ അഴിമതി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മാത്രമേ നാം പരിശോധിക്കേണ്ടതുള്ളൂ. പക്ഷേ വി.ഡി. സതീശൻ്റെ ഈ തിടുക്കം കാണുമ്പോൾ അത്തരത്തിൽ പിണറായി വിജയൻ്റെ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും സാധുതയുണ്ടോ എന്നുള്ള സംശയം ഉയർന്നു വന്നേ മതിയാകൂ. കാരണം ഞാൻ പറഞ്ഞ ഈ 3-4 ഘടകങ്ങൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള മറ്റംഗങ്ങളുമായി, അതും മുതിർന്ന അംഗങ്ങളായ രമേശ് ചെന്നിത്തലയെ പോലുള്ളവരെ പോലും വിശ്വാസത്തിലെടുത്തില്ല. പ്രധാനപ്പെട്ട വകുപ്പായ, ഈ തീരുമാനങ്ങൾ നേരെ ബാധിക്കുന്ന വകുപ്പായ എക്സൈസ് വകുപ്പിൻ്റെ മന്ത്രിയായ M. ലിജുവിനെ ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നുള്ളതൊക്കെയാണ്. ഇനി പുറത്തു വരേണ്ടത് ബക്കാടി കമ്പനിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീൽ സതീശൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അഴിമതി ഉണ്ടാകാം, അതിൻ്റെ പിന്നിൽ ഉണ്ടാകാതിരിക്കാം. സാധ്യതകൾ അഴിമതിക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്, അതും വലിയൊരു അഴിമതിക്ക് നേരെ. അത് നികുതി കുറച്ചിരിക്കുന്നത് ചില്ലറ നികുതിയൊന്നുമല്ല കുറച്ചിരിക്കുന്നത്, ഏതാണ്ട് പകുതിയിൽ കൂടുതൽ നികുതിയാണ് ഇളവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന് വേണ്ടി. മദ്യപാനശീലം വർദ്ധിക്കും, ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനത് തിരിച്ചടിയാകും. ഈ വാദങ്ങളെല്ലാം മാറ്റിവെക്കൂ. ഇത്രയും നികുതി കുറഞ്ഞു വരുമ്പോൾ കേരളത്തിൻ്റെ ഖജനാവിനുണ്ടാകുന്ന നഷ്ടം ഒരു വശത്ത്. കാരണം മദ്യാധിഷ്ഠിതമായിട്ടുള്ളൊരു സാമ്പത്തിക വ്യവസ്ഥയാണ്, മദ്യവും ലോട്ടറിയുമാണ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന 2 വലിയ തൂണുകൾ. ആ വ്യവസ്ഥയിലുണ്ടാകുന്ന നഷ്ടം താൽക്കാലികമായി, ലഹരി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് നമുക്ക് പറയാം, സംസ്ഥാനത്തിനുണ്ടാകുന്നൊരു നഷ്ടമാണ്. അത്രയും നഷ്ടം വി.ഡി. സതീശൻ സഹിക്കുവാൻ തീരുമാനിച്ചത് വിൽപ്പന കൂട്ടുവാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ ആ ഒരു നികുതി ഇളവ് ചെയ്താൽ വിൽപ്പന കൂടുമോ? കൂടിയാൽ ഈ നികുതി ഇളവ് ചെയ്യുന്ന
അതുകൊണ്ടുണ്ടാകുന്ന ബാധ്യത നികത്തുവാൻ തക്ക ലാഭം ലഭിക്കുമോ? ഈ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ലഭിക്കുമെന്നാണ് ഉത്തരമെങ്കിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നു എന്നുള്ള പ്രശ്നം വീണ്ടും ഉയർന്നു വരും. അതാണ് പറഞ്ഞത്. ഈ വിവാദങ്ങൾ ഇന്നും നാളെയുമായിട്ട് കെട്ടടങ്ങുവാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് BJP വലിയ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. ഇത്തരത്തിലുള്ള മദ്യനയം പിൻവലിക്കണം, പുനഃപരിശോധിക്കുക പോലുമല്ല, പിൻവലിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർത്തി BJP വലിയ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. VD സതീശൻ്റെ ഉൾപാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഘടകകക്ഷികളിൽ നിന്നും അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തിയ മതവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രത്യേക നയത്തോടുള്ള എതിർപ്പുകൾ അതിശക്തമാണ്. ഒപ്പം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ രൂക്ഷമായ ആക്രമണങ്ങളും അദ്ദേഹത്തിന് നേരെ വരും ദിവസങ്ങളിൽ തുടരെ ഉയരുക തന്നെ ചെയ്യും. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായി തന്നെ നിൽക്കും. കാരണം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പരിപൂർണമായി ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ടോ? അഴിമതി ഉണ്ടെങ്കിൽ എന്താണ് അഴിമതി? എത്ര കോടി രൂപയുടെ അഴിമതിയാണ്? എന്തായിരുന്നു VD സതീശൻ്റെ ഉദ്ദേശം? ഇതെല്ലാം ഉപചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായൊരു ഉത്തരം ലഭിക്കുവാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ഒരു ഉത്തരം നാളെ സഭയുടെ മുമ്പിൽ മേശപ്പുറത്ത് വയ്ക്കുവാൻ പിണറായി വിജയനും താല്പര്യപ്പെടില്ല. അതിന് കാരണങ്ങളുണ്ട്. അതിലെ ഒരു കാരണം ഈ ഓട്ടപ്രദർശനത്തിൽ തന്നെ നാം ചർച്ച ചെയ്യാം. കാരണം ഈ VD സതീശന് നേരെ അഴിമതിക്കാരനാണ് എന്ന് വിരൽ ചൂണ്ടുന്ന പിണറായി വിജയൻ വിശുദ്ധനാണോ എന്നും പരിശോധിക്കണമല്ലോ. കഴിഞ്ഞ 10 വർഷങ്ങൾ അദ്ദേഹമാണല്ലോ മുഖ്യമന്ത്രിയായി കേരളത്തെ ഭരിച്ചത്. അല്ല എന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് CAG റിപ്പോർട്ട് നമ്മളോട് പറയുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ, അതായത് പിണറായി വിജയൻ്റെ ഭരണകാലത്തിൻ്റെ അവസാന സാമ്പത്തിക വർഷത്തിൻ്റെ CAG റിപ്പോർട്ട് ഇന്ന് സഭയിൽ മേശപ്പുറത്ത് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 262 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വകമാറ്റപ്പെട്ടു പിണറായി വിജയൻ്റെ കാലത്ത്. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി ആരോപണങ്ങളും സംശയങ്ങളും ഈ ദുരിതാശ്വാസ ഫണ്ടിനെ സംബന്ധിച്ച് ഉയർന്നതാണ്. പ്രത്യേകിച്ച് പ്രളയകാലത്തൊക്കെ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് കോടിക്കണക്കിന് രൂപയാണ് നല്ല മനസ്സുള്ള മനുഷ്യർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ദുരിത നിവാരണത്തിനായി, കേരളത്തിൻ്റെ ദുരിത നിവാരണത്തിനായി അയച്ചു കൊടുത്തത്. അവയെല്ലാം ഇഷ്ടം പോലെ വകമാറ്റി ചിലവഴിക്കുന്ന ഒരു രീതി മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനുമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ തുടരെ ഉയർന്നപ്പോൾ ആദ്യഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ കേരള വിരുദ്ധൻ എന്നുള്ള പേരിൽ കേസുകൾ എടുക്കുവാനാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ ഏതൊക്കെയോ തരത്തിൽ അത് നിശബ്ദമാക്കുന്നില്ല, അത്തരം ആരോപണങ്ങളെ നിശബ്ദമാക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാർ വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ CAGയുടെ റിപ്പോർട്ട് ഇന്ന് വളരെ പ്രസക്തമായി തന്നെ നമ്മുടെ മുൻപിൽ പിണറായി വിജയൻ വിശുദ്ധനല്ല എന്നുള്ള കാര്യം ഉറക്കെ വിളിച്ച് പറയുകയാണ്. പിന്നെ പിണറായി വിജയൻ്റെ കാര്യത്തിൽ മാസപ്പടി കേസ്, ശബരിമല സ്വർണ്ണക്കൊള്ള, അങ്ങനെ നിരവധി ബാധ്യതകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാരണാമ എന്ന് ഹിന്ദിയിൽ പറയുമല്ലോ, അദ്ദേഹത്തിൻ്റെ വിക്രിയകൾ കേരളീയരുടെ മുൻപിൽ നിരന്നു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ 10 വർഷങ്ങൾക്ക് നീണ്ട ഭരണം മതി ചേട്ടാ, ഇനി വീട്ടിൽ പോയി ഇരുന്നോളൂ എന്നുള്ള കൽപ്പന പൊതുജനം കൊടുത്തത് അദ്ദേഹത്തിന്. തമ്പുരാനിൽ നിന്ന് പ്രതിപക്ഷ നേതാവായി ഇറക്കിയിരുത്തിയത്. ഇപ്പോൾ യാതൊരു അഹങ്കാരവും അദ്ദേഹത്തിനില്ല. കണ്ണാടി പോലും വയ്ക്കാറില്ല, ആരെയും തുറച്ചു നോക്കാറില്ല, മാറി നിൽക്കെന്ന് പറയാറില്ല, കടക്കപ്പുറത്തെന്ന് പറയാറില്ല. എപ്പോഴും ഒരു ചിരി മുഖത്ത് സദാ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത്തരത്തിലൊക്കെ ഒരു ഭാവമാറ്റം പിണറായിൽ ഉണ്ടാക്കി കൊടുത്ത ഒരു ജനവിധി ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം നേടിയെടുത്തതാണല്ലോ, കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹവും വിശുദ്ധനല്ല. പറഞ്ഞു വന്നത് അടിസ്ഥാനപരമായിട്ട് VD സതീശൻ സർക്കാർ അധികാരത്തിലേറിയിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. തിടുക്കപ്പെട്ടിപ്പോൾ ഈ അവതരിപ്പിച്ച ബഡ്ജറ്റ്, ആദ്യമൊക്കെ നമുക്ക് തന്നിരുന്ന ഒരു ധാരണ, അദ്ദേഹത്തിൻ്റെ കഴിവ്, മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ ഞാൻ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. റിവൈസ്ഡ് ബഡ്ജറ്റാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പരിഷ്കാരങ്ങൾ വരുത്തി അവതരിപ്പിച്ചൊരു ബഡ്ജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചതെങ്കിൽ കൂടി നിരവധി പുതിയ പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവന്നു, വിഭാവനം ചെയ്തു. അതുകൊണ്ട് തന്നെ ആദ്യ കാഴ്ചയിൽ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത്, നിഷ്പക്ഷരായി ഈ ബഡ്ജറ്റിനെ വിശകലനം ചെയ്ത സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത്, സതീശൻ്റെ വിഷൻസ് എല്ലാം നല്ലതാണ്, കാഴ്ചപ്പാടുകളെല്ലാം നല്ലതാണ്, അതിനുള്ള കണക്ക്
എങ്ങനെ ഒപ്പിക്കുമെന്നുള്ളതാണ് പ്രശ്നം. അതായത് സാമ്പത്തികം എവിടുന്ന് കണ്ടെത്തും, ഇതിനുള്ള ധനം എവിടുന്ന് കണ്ടെത്തും, മൂലധനം എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അത്തരത്തിലുള്ള മൂലധന സമാഹരണത്തിന് എന്തെങ്കിലും മാർഗങ്ങൾ സതീശൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചും ഒരു കാഴ്ചപ്പാട് സതീഷിനുണ്ടെങ്കിൽ വളരെ നല്ല ബഡ്ജറ്റാണിത് എന്നതായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ ആദ്യ പ്രതികരണം ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച്. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും ഇത്ര തിടുക്കപ്പെട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് തൻ്റെ കഴിവ് തെളിയിച്ച് തൻ്റെ പ്രശസ്തി ഉയർത്തി പൂക്കി CM എന്നുള്ളത് ഷൈനിങ് പൂക്കി PM ആക്കുവാൻ വേണ്ടി ആയിരുന്നില്ല എന്നാണ് നമ്മളോട് പ്രതിപക്ഷമെങ്കിലും പറയുന്നത്. അത്തരത്തിൽ സതീശൻ്റെ വിമർശകരെങ്കിലും പറയുന്നത്. VD സതീശൻ അഴിമതിക്കാരനാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് ആണെന്നോ അല്ലെന്നോ കൃത്യമായി ഉത്തരം പറയുവാൻ ഇപ്പോൾ സാധ്യമല്ല. പക്ഷേ ആണ് എന്നുള്ള തട്ടിനാണ്, അല്ലെങ്കിൽ ആണ് എന്ന ഉത്തരമിരിക്കുന്ന തട്ടിനാണ് ഇപ്പോൾ ഘനം കൂടുതൽ. അതിൻ്റെ പ്രധാന കാരണം VD സതീശൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ കാണിച്ച തിടുക്കവും അതിൻ്റെ രഹസ്യ സ്വഭാവവുമാണ്. ബഡ്ജറ്റ് എന്നത്, ഒരു സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് എന്നത് എല്ലാ കാലത്തും രഹസ്യ സ്വഭാവമുള്ളതാണ്. പക്ഷേ ആ ബഡ്ജറ്റിൽ സ്വീകരിക്കുവാൻ പോകുന്ന നയങ്ങളുടെ ഒരു മാർഗരേഖ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റെങ്കിലും വിശ്വസ്തരായ മറ്റ് മന്ത്രിമാർക്ക്, സഹമന്ത്രിമാർക്ക് തീർച്ചയായും അറിയുമായിരിക്കും. പ്രത്യേകിച്ചും ഒരു വകുപ്പിനെ ബാധിക്കുന്ന ഒരു പ്രധാന തീരുമാനത്തെ സംബന്ധിച്ചുള്ള സൂചനകളെങ്കിലും ആ വകുപ്പ് മന്ത്രിക്ക് നൽകപ്പെട്ടിരിക്കും. അത് കാലാകാലമായി തുടർന്നു വരുന്നൊരു പാരമ്പര്യമാണ്. അങ്ങനെ വേണമെന്ന് നിയമമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തോട് ആലോചിക്കാതെ അദ്ദേഹത്തിൻ്റെ വകുപ്പിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ലിജുവിന് എന്ത് വിലയാണ് മുഖ്യമന്ത്രി കൊടുക്കുന്നതെന്നുള്ള ഒരു സാധാരണ ചോദ്യത്തിൽ ഈ തിടുക്കത്തിൻ്റെയും രഹസ്യ സ്വഭാവത്തിൻ്റെയും ഒരു രീതി, ഈ ബഡ്ജറ്റിലേക്ക് VD സതീശൻ എത്തിയ രീതി അല്ലെങ്കിൽ വഴികൾ പ്രേക്ഷകർക്ക് ബോധ്യമാകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നിയമസഭയും കേരളത്തിൻ്റെ തെരുവുകളും കൂടുതൽ സംഘർഷഭരിതമാകുവാൻ പോവുകയാണ്. പ്രത്യേകിച്ച് BJPയും കൂടി VD സതീശനെ ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങുമ്പോൾ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്നുള്ളൊരു പ്രതിച്ഛായ അദ്ദേഹത്തിൽ ആ ഭരണത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ പതിഞ്ഞു പോയാൽ പൂക്കി സതീശൻ എന്നുള്ളത് മറ്റെന്തെങ്കിലും അക്ഷരങ്ങൾ മാറ്റി ജനങ്ങൾ വിളിക്കുന്ന ഒരു ദിവസം വിദൂരമല്ല എന്നാണ് വിമർശകർ പറയുന്നത്, രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. എന്തുണ്ടാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തെ സംബന്ധിച്ച് 2 വിഷയങ്ങളിൽ നോട്ടപ്രദർശനം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയെക്കുറിച്ചും മുൻ മുഖ്യമന്ത്രിയെക്കുറിച്ചും. ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദേശീയതയോടൊപ്പമുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുടുംബാംഗമായി നിങ്ങളും പങ്കാളികളാകുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. ശുഭരാത്രി.